T20 ലോകകപ്പിനായുള്ള മുന്നൊരുക്കം ഇന്ത്യ സജീവമാക്കുകയാണ്. T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന അവസാന T20 പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ 3 മത്സര T20 പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇതിലെ പ്രകടനം T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുറപ്പാണ്. ഇന്ത്യ അഫ്ഗാൻ പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചിരിക്കുന്നത് സഞ്ജു സാംസണെയും ജിതേഷ് ശർമ്മയുമാണ്. ഇഷാൻ കിഷനെ സെലക്ടർമാർ തഴയുകയും ചെയ്തു. പരിക്കിൻ്റെ പിടിയിലല്ലാത്ത ഇഷാൻ വിശ്രമം ചോദിച്ചു വാങ്ങുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനം ഇഷാൻ്റെ T20 ലോകകപ്പിലെ സീറ്റ് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഷാൻ വിശ്രമം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയെടുത്ത് ഇഷാൻ ചാനലുകളിൽ അഭിമുഖം നൽകുകയും സ്വകാര്യ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. T20 ലോകകപ്പിൻ്റെ മുന്നൊരുക്കം നടന്നുകൊണ്ടിരിക്കെ ഇഷാൻ തെറ്റായ വിവരങ്ങൾ നൽകി വിശ്രമം ആവശ്യപ്പെട്ടതിൽ ടീം മാനേജ്മെൻറ്റിനും സെലക്ടർമാർക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം. T20 ലോകകപ്പിൽ നിന്ന് ഇഷാനെ പുറത്താക്കിയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇഷാൻ്റെ ചീട്ട് കീറിയാൽ തൽസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യത കൂടുതൽ. നിലവിൽ ഇന്ത്യക്ക് മികച്ച ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് മധ്യനിര താരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണെയും പരിഗണിക്കാനാണ് സാധ്യത. ഇവർ മധ്യനിരയിൽ തിളങ്ങാൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇഷാനിൻ്റെ പണി കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഇഷാൻ്റെ പ്രകടനം മോശമാണെന്ന് പറയാനാവില്ല. എന്നാൽ ടീം മാനേജ്മെൻറ്റിനെ കബളിപ്പിച്ച് ഇടവേളയെടുത്ത് വിവാദമായിട്ടുണ്ട്. അഫ്ഗാൻ പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിച്ചതോടെ മലയാളി താരത്തിന് മുന്നിൽ സുവർണ അവസരമാണുള്ളത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിക്കാൻ സാധ്യത ഉയർന്നിരിക്കുകയാണ്. അഫ്ഗാൻ പരമ്പരയിൽ തിളങ്ങുകയും വരാനിരിക്കുന്ന IPL മികവ് കാട്ടുകയും ചെയ്താൽ സഞ്ജുവിനെ ഇന്ത്യ T20 ലോകകപ്പിലേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ്. IPL രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു. അവസാന സീസണിൽ രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. ഇഷാൻ്റെ കാര്യത്തിൽ നിലവിൽ കർക്കശ നിലപാടാണ് ടീം മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിലുള്ളത് സുവർണ അവസരമാണ്. ഓപ്പണിങ്ങിലാണ് ഇഷാൻ അവസരം തേടുന്നത്. എന്നാൽ രോഹിത് ശർമ്മ മടങ്ങിയെത്തിയതോടെ ഓപ്പണിംഗ് സ്ഥാനത്ത് താരങ്ങളുടെ കൂട്ടേറിയാണ്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരെല്ലാം അവസരം തേടുന്നു. മധ്യനിരയിൽ ഇടംകൈയ്യനായി ഇഷാനെ പരിഗണിക്കാം. എന്നാൽ മധ്യനിരയിലെ സ്പെഷ്യലിസ്റ്റായി റിങ്കു സിംഗ് എത്തിയതോടെ ഇഷാൻ്റെ കാര്യത്തിൽ പ്രസക്തിയില്ലാതായി. ടീം മാനേജ്മെൻറ്റിനെ വഞ്ചിച്ചാണ് ഇഷാൻ ഇടവേളയെടുത്തതെന്ന ആരോപണം ശക്തമാണ്. എന്തായാലും ഈ മണ്ടത്തരം കാട്ടിയതോടെ ഇഷാൻ്റെ ഭാവി തന്നെ ചോദ്യം ഉയർത്തുകയാണ്.